രാഷ്ട്രീയ ടോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ശ്രീലങ്കൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീമിനെ സെലക്ട് ചെയ്തു. അത് ICC T20 വേൾഡ് കപ്പ് ഇന്ത്യ നേടിക്കഴിഞ്ഞു. അതുവരെ ഉണ്ടായിരുന്ന കോച്ച് രാഹുൽ ദ്രാവിഡ് മാറി. ഇനി മുതൽ ഗൗതം ഗംഭീറാണ് ഇന്ത്യയുടെ മുഖ്യ പരിശീലകൻ, അല്ലെങ്കിൽ നമുക്ക് ഹെഡ് കോച്ച് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ. അപ്പം അദ്ദേഹത്തിൻ്റെ ഒരു തീരുമാനപ്രകാരമാണ് ഈ ഒരു ടീം സെലക്ഷൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഈ ശ്രീലങ്കൻ പര്യടനത്തിനുള്ള ടീമിനെ സെലക്ട് ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും 2020 നായക സ്ഥാനം രോഹിത് ശർമ്മ ഒഴിഞ്ഞപ്പോഴത്തേക്ക് വൈസ് ക്യാപ്റ്റനായിട്ടുള്ള ഹാർദിക് പാണ്ഡ്യ വൈസ് ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരും എന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. സ്വാഭാവികമായിട്ടും കാര്യം ഹാർദിക് പാണ്ഡ്യക്ക് പറയാനാണെങ്കിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ആഫ്രിക്ക ഇന്ത്യയിൽ ഒരു പര്യടനത്തിന് വന്ന സമയത്ത് 2020 മാച്ച് കളിക്കുന്ന സമയത്ത് KL രാഹുൽ ആയിരുന്നു ഇന്ത്യൻ ക്യാപ്റ്റൻ, വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു ഋഷഭ് പന്ത്. പക്ഷേ കളി തുടങ്ങുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് രാഹുലിന് പരിക്കേറ്റതോടുകൂടി ഋഷഭ് പന്ത് ക്യാപ്റ്റനായപ്പം ഋഷഭ് പന്തിൻ്റെ ഡെപ്യൂട്ടി ആയിട്ടാണ് ഹാർദിക്കിനെ ആ ഒരു പരമ്പരയിൽ കളിച്ചത്. പിന്നീട് ഇന്ത്യക്ക് പുറത്തു പോയി ഒരു 2020 മാച്ച് കളിക്കുന്ന സമയത്ത് ഋഷഭ് പന്തിനെ വിക്കറ്റ് കീപ്പറായിട്ട് മാത്രം നിലനിർത്തിക്കൊണ്ട് രാഹുൽ എനിക്ക് തോന്നുന്ന ആ പര്യടനത്തിലില്ലായിരുന്നു. ഹാർദിക് പാണ്ഡ്യയെ കൊണ്ടുവന്ന് രോഹിത് ശർമ്മയുടെ മറ്റോ വൈസ് ക്യാപ്റ്റനാക്കിയിട്ട് ഡെപ്യൂട്ടി ആക്കിയിട്ട് ആണ് അവർ ഒരു സൂചന കൊടുത്തത് ഹാർദിക്കാണ് ഇന്ത്യയുടെ ഭാവി നായകൻ എന്നുള്ള രീതിയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളങ്ങനെ പ്രതീക്ഷിച്ചു ഹാർദിക് പാണ്ഡ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആവുമെന്ന് വിചാരിച്ചു. പക്ഷേ ഉണ്ടായില്ല. പകരം സൂര്യകുമാർ യാദവ് നമുക്കറിയാം ഒരു സെലക്ടേഴ്സിൻ്റെയോ അല്ലെങ്കിൽ ഒരു BCCIയുടെ ഭാഗത്തു നിന്നുള്ള ഒരു തീരുമാനം ആവാൻ ഒട്ടും സാധ്യതയില്ല. സൂര്യകുമാർ യാദവ് അത് ഗൗതം ഗംഭീറിൻ്റെ ഒരു നിർബന്ധ ബുദ്ധിയിലാണെന്നുള്ളത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് നമുക്ക് ഊഹിക്കുകയും ചെയ്യാം. കാര്യം സൂര്യകുമാർ യാദവിനെ സംബന്ധിച്ചിടത്തോളം അധികം മത്സരങ്ങളിലൊന്നും ഒരു ടീമിനെയും ഒരു പരമ്പരയിലോ മറ്റോ ഇന്ത്യ നയിച്ചിട്ടുണ്ടെന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ സൂര്യകുമാർ യാദവിന് അത്രയും എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല. പക്ഷേ മാത്രമല്ല ഇവിടെ സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കുമ്പം എന്തുകൊണ്ട് ഗൗതം ഗംഭീർ അല്ലെങ്കിൽ BCCI അല്ലെങ്കിൽ സെലക്ടേഴ്സ് സൂര്യകുമാർ യാദവിൻ്റെ ഒരു പ്രായം പരിഗണിച്ചില്ല? എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് 33 വയസ്സോ മറ്റോ ആണ്. 33 വയസ്സുള്ള ആൾ ക്രിക്കറ്റിൽ ഇനി എത്ര കാലം തുടരും എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ എന്തുകൊണ്ടോ അവർ സൂര്യകുമാർ യാദവിനെ ഒരു ക്യാപ്റ്റനാക്കി. പക്ഷേ ഇതിനകത്ത് അത്ഭുതം അല്ലെങ്കിൽ സർപ്രൈസ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് വൈസ് ക്യാപ്റ്റനായിട്ട് വന്നിരിക്കുന്ന ശുഭ്മാൻ ഗില്ലിൻ്റെ കാര്യമാണ്. ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ഭാവിയിലെ വിരാട് കോഹ്ലി എന്നൊക്കെ പലരും സംബോധന ചെയ്യുന്നുണ്ടെങ്കിലും ഇന്ത്യൻ പിച്ചുകൾക്ക് പുറത്ത് ശുഭ്മാൻ ഗില്ല് തിളങ്ങിയ ചരിത്രം ഉണ്ടായിട്ടില്ല. അദ്ദേഹത്തിന് അതിന് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഒരു ഓസ്ട്രേലിയൻ സീരീസിലേക്കോ അല്ലെങ്കിൽ ഒരു ഇംഗ്ലണ്ട് സീരീസിലേക്കോ ഇന്ത്യ പോകുന്ന ഒരു സമയത്ത് എന്നുവെച്ചാൽ ആ ഒരു ടൂർ അവിടത്തേക്ക് നടത്തി അവിടെ ഒരു മത്സരം അല്ലെങ്കിൽ ഒരു സീരീസ് സംഘടിപ്പിക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗില്ല് ഒരു പക്ഷേ ആ സീരീസ് കഴിയുമ്പോൾ ഇന്ത്യൻ ടീമിൽ ഉണ്ടാകുമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പ്ലെയറാണ് അദ്ദേഹം. കാര്യം ഇന്ത്യൻ പിച്ചുകളിൽ അദ്ദേഹം സിംഹോ പുലിയോ എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിശേഷിപ്പിക്കാം. പക്ഷേ ഇന്ത്യക്ക് പുറത്ത് അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നുള്ളത് എനിക്ക് യാതൊരുവിധ വിശ്വാസമില്ല. കാര്യം അദ്ദേഹത്തിന് ഒരു കാര്യമില്ലാതാണ് ഇപ്പം ഒരു ഡെപ്യൂട്ടി ക്യാപ്റ്റനായിട്ട് അല്ലെങ്കിൽ വൈസ് ക്യാപ്റ്റനായിട്ട് അദ്ദേഹത്തിനെ തീരുമാനിച്ചിരിക്കുന്നത്. 2020 സൂര്യകുമാർ യാദവിൻ്റെയും വൺഡേ ഇന്റർനാഷണൽ രോഹിത് ശർമ്മയുടെയും കീഴിലുള്ള ഡെപ്യൂട്ടി ആയിട്ട് അത് വൈസ് ക്യാപ്റ്റനായിട്ട് സൂര്യകുമാർ യാദവിനെ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാണ്? സൂര്യകുമാർ യാദവിനല്ല, ശുഭ്മാൻ ഗില്ലിനെ നിശ്ചയിച്ചിരിക്കുന്നത് എന്തിനാന്നുള്ള കാര്യത്തിനകത്ത് എനിക്ക് ഇപ്പോഴും സംശയമാണ് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്തതെന്ന്. ആ രണ്ട് സെലക്ഷനും സൂര്യകുമാർ യാദവിൻ്റെയും അതുപോലെ ശുഭ്മാൻ ഗില്ലിൻ്റെയും സെലക്ഷൻ ഒരു നല്ല രീതിയിലുള്ള ഒരു സെലക്ഷനായിട്ട് ഞാൻ വിചാരിക്കുന്നില്ല. കാര്യം എക്കാലവും ഇന്ത്യ ഒരു ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അവരുടെ സീനിയോറിറ്റിയും അതിലുപരി അവരുടെ ഒരു എക്സ്പീരിയൻസും ഒക്കെ കണക്കാക്കിയാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത രീതിയിലുള്ള ഒരു സെലക്ഷനാണ്. അതും നമുക്ക് പറയാൻ പറ്റും. പക്ഷേ അതിന് നമുക്കൊരു അപവാദമായിട്ട് പറയാൻ പറ്റുന്ന പെട്ടെന്ന് ടീമിലേക്ക് വന്ന് വളരെ പെട്ടെന്ന് പേരുകേട്ട ക്യാപ്റ്റനായിട്ടുള്ള പല ആൾക്കാരെയും നമുക്കവിടെ പറയാൻ പറ്റും. അങ്ങനെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഈ തീരുമാനം ശരിയായിട്ട് വരും. പക്ഷേ അവിടെ സൂര്യകുമാർ യാദവിൻ്റെ ഒരു പ്രായവും ശുഭ്മാൻ ഗില്ലിന് ഇന്ത്യക്ക് പുറത്തുള്ള പിച്ചുകളിൽ കളിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ടുമാണ് നമ്മൾ ഏറ്റവും വലിയൊരു പോരായ്മയായിട്ട് ഇതിനകത്ത് കാണുന്നത്. പിന്നീട് ഇപ്പം ഹാർദിക് പാണ്ഡ്യയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം 2020 ടീമിലും വൺഡേ ഇന്റർനാഷണലിനകത്ത് അദ്ദേഹം ഇല്ല എന്ന് നമുക്കറിയാം. കാര്യം അദ്ദേഹം നേരത്തെ തന്നെ അദ്ദേഹം റെസ്റ്റ് ചോദിച്ചിരുന്നു. വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും പോലെ വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും നിർബന്ധമായിട്ട് കളിക്കണമെന്ന് പറഞ്ഞപ്പം ഹാർദിക് പാണ്ഡ്യയ്ക്ക് റെസ്റ്റ് അനുവദിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാലും അദ്ദേഹത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലില്ല. ഇനി KL രാഹുലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയാനാണെങ്കിൽ രാഹുൽ 2020 മത്സരങ്ങളിൽ നിലവിൽ ടീമിലില്ല. ഇനി അടുത്ത കാലത്തൊന്നും അദ്ദേഹം 2020 ടീമിലേക്ക് വരുമോ എന്ന് ഉറപ്പില്ല. അദ്ദേഹം നിലവിലുള്ളത് വൺഡേ ഇന്റർനാഷണലിലും അതുപോലെ ടെസ്റ്റ് ക്രിക്കറ്റിലും മാത്രമാണ്. ടെസ്റ്റ് ക്രിക്കറ്റിലും രാഹുൽ എത്ര നാൾ മുന്നോട്ട് പോകുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. എന്നാലും അദ്ദേഹം ടെസ്റ്റ് ക്രിക്കറ്റിലും ഉണ്ട് എന്ന് നമുക്ക് പറയാം. പിന്നീട് നമുക്ക് പറയാൻ പറ്റുന്ന ഋഷഭ് പന്താണ്. അതായത് ഈ 3 ഫോർമാറ്റുകളിലും ഇപ്പം 2020 വൺഡേ ഇന്റർനാഷണലാണെങ്കിലും ടെസ്റ്റ് ക്രിക്കറ്റിലാണെങ്കിലും 3 ഫോർമാറ്റിലും ഉള്ള കുറച്ച് പരിചയസമ്പന്നനായിട്ടുള്ള, അതായത് നാളെ നായക സ്ഥാനത്തേക്ക് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഋഷഭ് പന്താണ് 3 ഫോർമാറ്റിലും കളിക്കുന്ന ഒരേ ഒരു കളിക്കാരൻ. അത്രയും പരിചയസമ്പന്നനായിട്ടുള്ള മറ്റുള്ള ആൾക്കാരും ഉണ്ട്, ഇല്ലെന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഋഷഭ് പന്താണ്. ഋഷഭ് പന്തിനെ എന്തുകൊണ്ട് നായക സ്ഥാനത്തേക്ക് കൊണ്ടുവന്നില്ല എന്ന് എനിക്ക് വളരെ അത്ഭുതമാണ്. അതിനുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഋഷഭ് പന്തിന്റെ പ്രായമാണ്.
കാര്യം ഏതാണ്ട് 26 വയസ്സ് മാത്രം പ്രായമുള്ള ആള്, അതായത് ഈ ഒരു ഫോമിൽ അല്ലെങ്കിൽ ഇതിലും നന്നായിട്ട് മെച്ചപ്പെട്ട രീതിയിൽ ഫോമിൽ തുടരാൻ സാധിച്ചാൽ, ഇല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് മറ്റുള്ളവരെ പോലെ അദ്ദേഹം പുറത്തേക്ക് പോകും. തുടരാൻ സാധിച്ചാൽ ഇനി ഏതാണ്ട് 10 കൊല്ലത്തോളം അദ്ദേഹത്തിന് ക്രിക്കറ്റിൽ ബാക്കിയുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. ഒരു 36 വയസ്സ് വരെ അദ്ദേഹത്തിന് ആരോഗ്യത്തോടുകൂടി കളിക്കാൻ സാധിച്ചാൽ, ഫോമിൽ തുടരാൻ സാധിച്ചാൽ ഒരു 10 കൊല്ലം, കാര്യം 26 വയസ്സ് മാത്രമേ അദ്ദേഹത്തിന് പ്രായമുള്ളൂ. അത് പിന്നീട് അതേ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനാണ്. വിക്കറ്റ് കീപ്പർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്റ്റംപ്സിന്റെ പുറകിൽ നിൽക്കുന്ന ഒരു കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം, വിക്കറ്റ് കീപ്പറിനെ സംബന്ധിച്ചിടത്തോളം ബൗളറിന് വേണ്ടുന്ന നിർദ്ദേശം കൊടുക്കാനും ഫീൽഡേഴ്സിനെ സെറ്റ് ചെയ്യാനും എല്ലാം അതിനെക്കാട്ടിലും നന്നായിട്ട് ഉള്ള ഒരാൾ ഒരു ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് വരാൻ മറ്റൊരാളില്ല. എന്ന് വെച്ചാൽ ഒരു വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ക്യാപ്റ്റൻ ആവുന്നതിനെക്കാട്ടിലും തീർച്ചയായിട്ടും ഋഷഭ് പന്തിന്റെ പ്രായവും അദ്ദേഹത്തിന്റെ ഈ വിക്കറ്റ് കീപ്പർ എന്നുള്ള ആനുകൂല്യവും അദ്ദേഹത്തിന് നേട്ടമായിട്ട് വരേണ്ടുന്നതായിരുന്നു. അതോടൊപ്പം നിരന്തരം പരിക്ക് പറ്റുന്നതിന്റെ പുറത്താണ് ഹാർദിക് പാണ്ഡ്യയെ ഒഴിവാക്കണമെന്ന് ഗംഭീർ പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ടുകൾ. ഋഷഭ് പന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് യാദൃശ്ചികമായിട്ട് സംഭവിച്ച ഒരു കാർ ആക്സിഡന്റ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിക്കിന്റെ പുറത്ത് പോലും ഇത്രയും കാലം അദ്ദേഹത്തിന്റെ ടീമിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതായിട്ട് വന്നിട്ടില്ല. അദ്ദേഹം എന്നും ഒരു പൂർണ്ണ കായികക്ഷമതയോടുകൂടിയാണ് അദ്ദേഹം ക്രിക്കറ്റ് കളിച്ചിട്ടുള്ളത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഋഷഭ് പന്തിന് അനുകൂലമായിട്ട് നിൽക്കുമ്പോഴും ഋഷഭ് പന്തിനെ മറികടന്ന് ശുഭ്മാൻ ഗില്ലിനകത്ത് വൈസ് ക്യാപ്റ്റനായിട്ട്, എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ചിലപ്പോൾ സൂര്യകുമാർ യാദവിന്റെ വൈസ് ക്യാപ്റ്റനായിട്ട് ഋഷഭ് പന്തിനെ കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ അപമാനിക്കേണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം അവിടെ ശുഭ്മാൻ ഗില്ലിനെ വെച്ച്. പക്ഷെ വൺഡേ ഇന്റർനാഷണൽ വരുമ്പോഴത്തേക്ക് രോഹിത് ശർമ്മയുടെ ഡെപ്യൂട്ടി ആയിട്ട് ഋഷഭ് പന്തിനെ വെക്കാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവരത് ചെയ്തില്ല. കാര്യം ഏത് തട്ടിൽ തൂക്കിയാലും ശുഭ്മാൻ ഗില്ലിനെക്കാട്ടിലും കുറച്ച് മുൻതൂക്കം കൂടുതൽ ഋഷഭ് പന്തിനാണെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു തർക്കമില്ല. പിന്നെ സഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം 2020 വേൾഡ് കപ്പിൽ എടുത്തു, അദ്ദേഹത്തിന് ഒറ്റ കളി പോലും കളിക്കാൻ ഇറക്കിയില്ല. അത് എനിക്ക് തോന്നുന്നു അന്നത്തെ ടീം ഏറ്റവും ബെസ്റ്റ് ടീമായിട്ട് ഒറ്റ കളികളിൽ പോലും ഇന്ത്യ തോക്കാതെ മുന്നേറിയതുകൊണ്ടും ആയിരിക്കാം അന്ന് അങ്ങനെ സംഭവിച്ചത്. പക്ഷെ ഈ ഒരു പര്യടനത്തിനകത്ത് അദ്ദേഹത്തിനെ 2020 ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഋഷഭ് പന്തിന്റെ കൂടെ. പക്ഷെ 2020 ടീമിന്റെ ഒരു ഘടന നമുക്ക് നോക്കുമ്പോഴത്തേക്ക് സഞ്ജുവിനെ ഈ പ്രാവശ്യവും കളിക്കാൻ ഇറക്കാനുള്ള യാതൊരുവിധ സാധ്യതകളും അവിടെ നമ്മൾ കാണുന്നില്ല ശ്രീലങ്കൻ സീരീസിൽ. ഇനി അങ്ങനെ സംഭവിച്ചാൽ അത് അത്ഭുതമായിരിക്കും. പക്ഷേ 50 ഓവർ മാച്ചിലേക്ക്, വൺഡേ ഇന്റർനാഷണൽ മാച്ചിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്ക് സഞ്ജുവിനെ അവിടെ എടുത്തിട്ടില്ല. ഋഷഭ് പന്തിന്റെ കൂടെ വിക്കറ്റ് കീപ്പറായിട്ട് അവർ KL രാഹുലിനെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ വേണമെങ്കിൽ വിക്കറ്റ് കീപ്പർമാരായിട്ട് ഋഷഭ് പന്തിനെയും സഞ്ജു സാംസണെയും അവിടെ ഇടാമായിരുന്നു. കാര്യം രാഹുലിനെ ഒരു ബാറ്റ്സ്മാനായിട്ട് മാത്രം ആ ടീമിലേക്ക് പരിഗണിച്ചാൽ മതി. കാര്യം അതിന്റെ ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ ഈ ഒരു ടീമിന്റെ ഘടന വെച്ച് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും ആദ്യ മത്സരങ്ങളിൽ രാഹുലിനോടൊപ്പം ഋഷഭ് പന്തും കളിക്കാൻ എല്ലാവിധ സാധ്യതകളും ഉണ്ട്. അങ്ങനെ കളിക്കുമ്പം സ്പെഷ്യലിസ്റ്റ് വിക്കറ്റ് കീപ്പറായിട്ടുള്ള ഋഷഭ് തന്നെ ആയിരിക്കും സ്റ്റംപ്സിന്റെ പുറകെ വരിക എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരുവിധ തർക്കവുമില്ല. അല്ലാതെ രാഹുലിനെ പോലുള്ള ഒരു പാർട്ട് ടൈം വിക്കറ്റ് കീപ്പർ ഇന്ത്യ ഇന്നത്തെ സാഹചര്യത്തിൽ ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട വിക്കറ്റ് കീപ്പറായിട്ട് കാണുന്നെങ്കിൽ പോലും രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രാഹുലിനെ സ്റ്റംപ്സിന്റെ പുറകെ നിർത്തിയിട്ട് ഋഷഭിനെ ഗ്രൗണ്ടിൽ അല്ലാതെ ഫീൽഡിങ്ങിന് ഇന്ത്യൻ ടീം ഉപയോഗിക്കുമെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. അപ്പം ഋഷഭ് തന്നെ സ്റ്റംപ്സിന്റെ പുറകെ വരും. അപ്പൊ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരൂടെ കളിക്കുമ്പോൾ രാഹുലിന് പേരിന് മാത്രം ഒരു വിക്കറ്റ് കീപ്പർ സ്ഥാനമായിരിക്കും. നേരെ മറിച്ച് അവിടെ വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ വേണമെങ്കിൽ ഋഷഭ് പന്തിന്റെ കൂടെ സഞ്ജു സാംസണെയും കൂടെ ഉൾപ്പെടുത്താമായിരുന്നു. അങ്ങനെ ഉൾപ്പെടുത്തിയായിരുന്നെങ്കിൽ സഞ്ജു സാംസണെ നമുക്ക് വൺഡേ ഇന്റർനാഷണലിൽ കളിക്കാൻ ഇറക്കുമെന്ന് നമുക്ക് ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല. കാര്യം അത്രയും കാര്യം ഇപ്പം നമുക്ക് ബാറ്റ്സ്മാൻമാരെ തന്നെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ കണക്ക് രാഹുലോ ഋഷഭോ പോലും ടീമിൽ വരണമെന്നുണ്ടെങ്കിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ബാറ്റിംഗ് ഓർഡറിൽ ഏതാണ്ട് ആറാമനായിട്ട് വരാൻ പറ്റൂ. പിന്നെ ശിവൻ ദുബെ എന്ന് പറയുന്ന ഒരു ഓൾറൗണ്ടർ ഇതിനകത്തുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ നിലവിലുള്ള ഫോം വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കളിക്കാൻ ഉപയോഗിക്കാൻ സാധ്യതയില്ലെങ്കിൽ പോലും ഒരു അഞ്ചാമതൊരു ബൗളർക്ക് പുറമെ ഒരു ഓപ്ഷനോടെ ബൗളിംഗ് ഓപ്ഷൻ വേണം എന്നുള്ള രീതിയിൽ ശിവം ദുബെ ഉൾപ്പെടുത്തിയാൽ രാഹുലോ ഋഷഭോ പുറത്തിരിക്കും എന്നുള്ള സാഹചര്യത്തിൽ സഞ്ജുവിനെ കളിക്കാൻ ഇറക്കാനുള്ള യാതൊരു സാധ്യതയില്ലെങ്കിൽ പോലും സഞ്ജുവിനെ വേണമെങ്കിൽ വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ ഋഷഭിനോടൊപ്പം ആ ടീമിൽ ഉൾപ്പെടുത്താമായിരുന്നു. കാര്യം ഇത് രാഹുലിനെ ഒരു തരത്തിലും വിക്കറ്റ് കീപ്പർ എന്നുള്ള രീതിയിൽ രാഹുലിനെ പേരിന് പറയുന്നതല്ലാതെ മറ്റൊരു ഗുണവും അതുകൊണ്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ടീം സെലക്ഷൻ, പിന്നെ ഈ ഗംഭീറിന്റെ പിടിവാശിയായിട്ടുള്ള മുന്നോട്ടുള്ള പോക്കിനകത്ത് ഈ ഒരു ടീം സെലക്ഷനകത്ത് എത്രമാത്രം ഇന്ത്യ മുന്നോട്ട്, ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ പിച്ചുകളിലൂടെ സാദൃശ്യമുള്ള ശ്രീലങ്കൻ പിച്ചുകളിൽ ഇന്ത്യക്ക് ചിലപ്പം അനായാസം ജയിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് ശ്രീലങ്കയുടെ ഇന്നത്തിലുള്ള നിലവിലുള്ള ഫോമിലില്ലായ്മ ഉണ്ട്. പക്ഷേ ഒരു ഓസ്ട്രേലിയൻ ടൂറിലേക്ക് നമ്മൾ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഒരു ഇംഗ്ലണ്ട് ടൂറിലേക്കോ ഒരു സൗത്ത് ആഫ്രിക്കൻ ടൂറിലേക്കോ ഒക്കെ, അല്ലെങ്കിൽ ന്യൂസിലാൻഡ് ടൂറിലേക്കൊക്കെ ഈ ടീമുമായിട്ട് പോയി കഴിഞ്ഞാൽ അതായത് ഇത്തരത്തിലുള്ള രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ, ഞാൻ വൺഡേ ഇന്റർനാഷണലിന്റെ കാര്യമല്ല പറഞ്ഞ, വൺഡേ ഇന്റർനാഷണലിൽ നമുക്കറിയാം പരിചയസമ്പന്നരായിട്ടുള്ള ഒരുപാട് താരങ്ങളുണ്ട്. ഈ 2020 ടീമുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ കാര്യം കണ്ടു തന്നെ അറിയണം. ഏതായാലും ഇന്ത്യ ജയിക്കും, അല്ലെങ്കിൽ ജയിക്കണമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് കാത്തിരിക്കാം. ഇന്ത്യ ജയിക്കട്ടെ, അതാണെന്നുള്ള നമ്മുടെ ഓരോ ഇന്ത്യക്കാരന്മാരുടെ ആഗ്രഹം. താങ്ക്